ഇടവപ്പാതയാണ്. പക്ഷേ മിക്ക ദിവസങ്ങളിലും തെളിഞ്ഞ ആകാശമാണ് ദൃശ്യമാകുന്നത്. ജൂൺ 4-ന് തന്നെ കാലവർഷം കേരള തീരം തൊട്ടെങ്കിലും മഴയ്ക്ക് അത്ര ശക്തി പോരാ. അതെ, പ്രതീക്ഷിച്ച മഴ നമുക്ക് ലഭിച്ചില്ല. ജൂൺ മാസത്തിൽ മാത്രം ലഭിക്കേണ്ടിയിരുന്ന ആകെ മഴയിൽ 30% കുറവുണ്ടായെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട്. കൃഷിക്കായി മഴയെ ആശ്രയിച്ചു കഴിയുന്ന കർഷകർ മാനം ചതിക്കില്ലെന്ന വിശ്വാസത്തിലാണ്. പശ്ചിമേഷ്യൻ യുദ്ധം വരുത്തിവെച്ച സാമ്പത്തിക അസ്ഥിരതയിൽ നിന്നും രാജ്യം കരകയറുന്നതിനിടെയാണ് പുതിയ പ്രതിസന്ധി തലപൊക്കുന്നത്. എല്ലാത്തിനും കാരണം ഒരു കുട്ടിയാണ്, എൽ നിനോ എന്ന ആൺകുട്ടി. ആള് ചില്ലറക്കാരനല്ല. നമ്മുടെ മൺസൂൺ ഉൾപ്പെടെ ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ കാലാവസ്ഥയെ അപ്പാടെ സ്വാധീനിക്കാൻ ശേഷിയുള്ള പ്രകൃതിയുടെ രൗദ്രഭാവങ്ങളിലൊന്ന്. വരൾച്ചയുടെ രൂപത്തിലും അപകടകരമായ കനത്ത മഴയുടെ രൂപത്തിലും കൊടുങ്കാറ്റായും എൽ നിനോ ദൃശ്യമാകും. അങ്ങ് ശാന്തസമുദ്രത്തിൽ രൂപം കൊള്ളുന്ന എൽ നിനോ ഇനി ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള നമ്മളെ ബാധിക്കുന്നത് എങ്ങനെയാണ്? എന്താണ് എൽ നിനോ? നാം ഇതിനെ ഭയപ്പെടേണ്ടതുണ്ടോ? പസഫിക് സമുദ്രത്തിലെ സമുദ്രജലത്തിന്റെ ഉപരിതല താപനില സാധാരണയേക്കാൾ കൂടുതലാകുന്ന ഒരു കാലാവസ്ഥ പ്രതിഭാസമാണ് എൽ നിനോ. ഇത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ മഴ, താപനില, കാറ്റിന്റെ സ്വഭാവം എന്നിവയെ ബാധിക്കുന്നു. കേവലം ഒരു താപനില വ്യതിയാനം മാത്രമല്ല എൽ നിനോ, മറിച്ച് ലോകത്തിന്റെ കാലാവസ്ഥാ ഭൂപടത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒന്നാണിത്. 2026 ജൂൺ മാസത്തോടെ പസഫിക് സമുദ്രത്തിലെ താപനില സാധാരണയേക്കാൾ ഉയർന്നതിനെ തുടർന്ന് അമേരിക്കൻ കാലാവസ്ഥ ഏജൻസിയും ലോക കാലാവസ്ഥാ സംഘടനയും ഔദ്യോഗികമായി എൽ നിനോ അഡ്വൈസറി പുറപ്പെടുവിപ്പിച്ചു കഴിഞ്ഞു. ഈ വർഷത്തെ എൽ നിനോ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഒന്നായി മാറിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതെ, ഒരു സൂപ്പർ എൽ നിനോയുടെ രൂപത്തിൽ. ഗോഡ്സില്ല എൽ നിനോ എന്നാണ് ഈ സൂപ്പർ എൽ നിനോയ്ക്ക് ശാസ്ത്രലോകം പേരിട്ടിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഇതിനെ അടിയന്തര കാലാവസ്ഥ മുന്നറിയിപ്പ് എന്നാണ് വിശേഷിപ്പിച്ചത്. സൂപ്പർ എൽ നിനോയെ നാം ഭയപ്പെടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വർഷം ഒരുപക്ഷെ നമ്മൾ അതിനെ ഭയപ്പാടെന്ന് പറയേണ്ടില്ലെങ്കിൽ പോലും നമ്മൾ കാര്യമായ രീതിയിൽ നമ്മൾ സ്വാധീനിക്കുന്ന ഒരു വർഷമാണിത്. മറ്റു പല വർഷങ്ങളും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. 72 ഈ പറഞ്ഞ പോലെ 1972 അതിശക്തമായ എൽ നിനോയാണ് വന്നിട്ടുള്ളത്. അന്നൊക്കെ നമുക്ക് കാര്യമായ രീതിയിൽ വരൾച്ചയൊക്കെ വന്നിട്ടുണ്ട്. കുടിവെള്ള പ്രശ്നം വരും, കൃഷിയെ ബാധിക്കും. ഇപ്പോൾ പൊതുവേ നമ്മൾ ജൂണിലെ മഴ കേരളത്തിൽ ശരാശരിയിൽ കുറവായിരുന്നു. ജൂലൈയിലെ ഫോർകാസ്റ്റ് പ്രകാരവും ശരാശരിയിൽ കുറവാണ് വരുന്നത്. പിന്നെ നമ്മളുടെ സീസണിൻ്റെ ഫോർകാസ്റ്റ് മുഴുവനും കേരളത്തിൽ ശരാശരി കുറവ് മഴ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ മാസങ്ങളിലും ഒരു മാസം പോലും ഈ കോമ്പൻസേഷൻ പ്രോസസ്സ് നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷയില്ല. അപ്പോൾ അതുകൊണ്ട് ശരാശരിയിൽ കുറവ് മഴയേ വരുള്ളൂ. നമുക്ക് എന്താ പറയുക, കൃഷിയെ ബാധിക്കാം, റിസർവോയറിലെ ജലനിരപ്പിനെ ബാധിക്കാം, നമ്മുടെ എനർജി പ്രൊഡക്ഷനെ ബാധിക്കാം. അതുപോലെ തന്നെ താപനില ഉയരുന്നതുകൊണ്ടുള്ള എനർജി കൺസംഷൻ കൂടുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം. പിന്നെ എൽ നിനോ വർഷങ്ങളിൽ മൊത്തത്തിൽ ചൂട് കൂടുന്നതുകൊണ്ട് മത്സ്യസമ്പത്തിനെ ബാധിക്കാം, മത്സ്യബന്ധനത്തെ ബാധിക്കാം. ഇങ്ങനെ ഒരു മൾട്ടി പ്രോങ്ഡ് ഇമ്പാക്റ്റ് ആണ് ആക്ച്വലി എൽ നിനോയ്ക്കുള്ളത്. സൂപ്പർ എൽ നിനോയുടെ സ്വാധീനം മൂലം കേരളത്തിലും ഇന്ത്യയിലൊട്ടാകെയും മഴക്കുറവുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട്. വടക്ക് കിഴക്കൻ മേഖലയിൽ ശക്തമായ മഴ ലഭിക്കുമെങ്കിലും ഇന്ത്യയുടെ മെയിൻ ലാൻഡിൽ മഴ കുറയുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്ത്യ ഒട്ടുക്ക് ഈ കുറവുണ്ടാവും എന്നുള്ളതാണ്. ചില വർഷങ്ങളിൽ എൽ നിനോ വർഷങ്ങളിലാണെങ്കിൽ പോലും ചില വർഷങ്ങളിൽ ചില സംസ്ഥാനങ്ങളിലെങ്കിലും നല്ല മഴ കിട്ടും എന്നുള്ളതാണ് കണ്ടുവരുന്നത്. ഈ വർഷം അത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ മാത്രമാണ് നല്ല മഴ ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞിട്ടുള്ളൂ. മെയിൻലാൻഡ് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ മേജർ പോർഷനിൽ പൊതുവെ മഴ കുറവാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുകൂടി ഈ പറയുന്ന ദോഷവശങ്ങൾ ഒന്നുകൂടെ എന്താ പറയുക അധികരിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. കാരണം ഇന്ത്യ ഒട്ടുക്ക് മഴ കുറയുമ്പോൾ ആദ്യം പറഞ്ഞ അഗ്രികൾച്ചർ, വാട്ടർ റിസോഴ്സുകൾ, എനർജി റിസോഴ്സസ് ഇത് എല്ലാവരെയും ഒരേപോലെ ബാധിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് ഒരു കോർഡിനേറ്റഡ് മൂവ്മെൻറ്റോട് കൂടിയാണ് നമ്മൾ ഈ ഒരു ഡിഫിക്കൽട്ട് ഫേസ് നമുക്ക് മുന്നോട്ട് തരണം ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ലോകമെമ്പാടുമുള്ള കാലാവസ്ഥയെ തലകീഴായി മറിക്കാൻ ശേഷിയുള്ള ആളാണ് എൽ നിനോ. സാധാരണയായി പസഫിക്കിലെ താപനില ശരാശരിയേക്കാൾ 0.5 ഡിഗ്രി സെൽഷ്യസ് കൂടുമ്പോഴാണ് എൽ നിനോ പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ഉപരിതല ജലത്തിന്റെ താപനില സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമ്പോഴാണ് ശാസ്ത്രജ്ഞർ ഇതിനെ ഒരു സൂപ്പർ എൽ നിനോ ആയി തരംതിരിക്കുന്നത്. 1877 സൂപ്പർ എൽ നിനോയാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഭീകരമായ പ്രതിഭാസം. അന്ന് സമുദ്രോപരിതല താപനില ശരാശരിയേക്കാൾ 3.5 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നു. ഇത് ആഗോളതലത്തിൽ വിനാശകരമായ വരൾച്ചയ്ക്കും ക്ഷാമത്തിനും കാരണമാവുകയും നിരവധി പേരുടെ ജീവൻ നഷ്ടമാവുകയും ചെയ്തു. അതിനേക്കാൾ ഭീകരമായിരിക്കും ഈ വർഷത്തെ എൽ നിനോ എഫക്റ്റ് എന്നാണ് ഗവേഷകർ നൽകുന്ന മുന്നറിയിപ്പ്.
കാർഷിക മേഖല ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെയാണ്. രാജ്യത്തെ ആകെ മഴയുടെ 70% ലഭിക്കുന്നത് ഇതിലൂടെയാണ്. ഇന്നും രാജ്യത്തെ 53% കാർഷിക മേഖലയും പ്രധാനമായും ആശ്രയിക്കുന്നത് ഈ കാലാവസ്ഥയെ തന്നെയാണ്. എൽ നിനോ ഈ കാലവർഷത്തിൽ വലിയ കുറവുണ്ടാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് അവതാളത്തിലായ ഹോർമുസ് കടലിടുക്കിലെ ചരക്ക് ഗതാഗതം സാധാരണ നിലയിലേക്ക് വരുന്നതിനിടെയാണ് അടുത്ത പ്രതിസന്ധി തലപൊക്കുന്നത്. എണ്ണ പ്രതിസന്ധിക്കൊപ്പം ഇന്ത്യയിലേക്കുള്ള വളം ഇറക്കുമതിയെയും ഇത് ബാധിച്ചിരുന്നു. കാർഷിക മേഖല വീണ്ടും സാധാരണ നിലയിലേക്ക് വരുന്നതിനിടെയാണ് സൂപ്പർ എൽ നിനോ വില്ലനാകുന്നത്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വരണ്ട ജൂൺ മാസമാണ് ഇന്ത്യയിൽ രേഖപ്പെടുത്തിയത്. എൽ നിനോ കേരളത്തെയും ഇന്ത്യയൊട്ടാകെയും വരും ദിവസങ്ങളിലും ബാധിച്ചേക്കാം. ഇന്ത്യയുടെ സമ്പദ്ഘടനയെ തീർച്ചയായിട്ടും മഴയുടെ തോത് ഇന്ത്യൻ സമ്പദ്ഘടനയെ തീർച്ചയായിട്ടും ബാധിക്കും. മൊത്തത്തിലുള്ള ഇപ്പം തൊഴിൽ മേഖലയിലെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ തൊഴിൽ മേഖലയിലെ ഏകദേശം 45% ആൾക്കാരും കൃഷി അനുബന്ധ ഏരിയ അല്ലെങ്കിൽ അനുബന്ധ മേഖലകളെ ആശ്രയിച്ചിരിക്കുന്നു, നമുക്കറിയാം. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം, മഴയുടെ കുറവ്, മറ്റുള്ള പ്രതികൂലമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ സമ്പദ്ഘടനയെ ബാധിക്കും. സമ്പദ്ഘടനയുടെ ഇന്ത്യ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ GDPയുടെ ഏകദേശം 16-17% കാർഷിക മേഖലയുടെ ഒരു സ്വാധീനമാണ് ആ ഒരു 16-17% നാം കാണുന്നത്. ആ 16-17%ൻ്റെ ഔട്ട്പുട്ട് കുറയാനുള്ള സാധ്യതയുണ്ട്. അവിടെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ, ഇപ്പോൾ നെല്ല്, പിന്നെ മറ്റുള്ള വിളകളുണ്ടല്ലോ. ഇപ്പോൾ സോയാബീൻ, ഇപ്പോൾ മഹാരാഷ്ട്രയിലാണെന്നുണ്ടെങ്കിൽ കോട്ടൺ, പരുത്തി കൃഷിയുണ്ട്, സോയാബീൻ കൃഷിയുണ്ട്, തുവർദാൾ, നമ്മുടെ തുവരപ്പരിപ്പ് മിക്കവാറും ഉത്തര കർണാടക, മഹാരാഷ്ട്ര ഒക്കെ മേഖലകളിലാണ് കൂടുതലായിട്ടും കൃഷി ചെയ്ത് വരുന്നത്. മധ്യപ്രദേശ്, പിന്നെ രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ് വളരെ പരമ്പരാഗതമായി ഗോതമ്പും അരിയും മാത്രമേ അവിടെ ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കിയുള്ള വിളകളെല്ലാം ഈ പ്രദേശത്തൊക്കെയാണ് വ്യാപിച്ച് കിടക്കുന്നത്. അപ്പോൾ അത് ഇവിടുത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തൊഴിൽ സാധ്യതകളെ ബാധിക്കും. പിന്നെ ഗ്രാമീണ മേഖലയിലുള്ള വരുമാനത്തെ അത് ബാധിക്കും. എന്നിരുന്നാലും ഇന്ത്യയിലെ ഭക്ഷ്യസുരക്ഷയെ എൽ നിനോ കാര്യമായി ബാധിച്ചേക്കില്ല. ഇന്ത്യ അതിന് സജ്ജമാണ്. ഇന്ത്യക്ക് ഭക്ഷ്യ സുരക്ഷയുണ്ട്. അതായത് എന്തൊക്കെ സംഭവിച്ചാലും ഇന്നിപ്പം നമ്മൾ സംസാരിക്കുന്ന ഈ സമയം മുതൽ ഈ വർഷം ഒരു തുള്ളി മഴ പോലും പെയ്തില്ല. ഏറ്റവും വേഴ്സ്റ്റ് കേസ്. ആ സിനേറിയോയിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എത്രത്തോളം ബഫർ ഇന്ത്യയിലെ ഭക്ഷ്യ ഡിമാൻഡ് നേടുവാനായി, ഉറപ്പാക്കുവാനായി നമ്മൾ ക്രമീകരിച്ചിട്ടുള്ള മിനിമം സ്റ്റോക്ക് ഓഫ് പാഡി, നെല്ലിൻ്റെയും ഗോതമ്പിൻ്റെയും ഒരു തോത് നമ്മൾ നിർണ്ണയിച്ചിട്ടുണ്ട്. ആ തോതിൻ്റെ 3 മടങ്ങ് നെല്ലും 2 മടങ്ങെങ്കിലും ഗോതമ്പും സർക്കാരിൻ്റെ കൈവശം ആസ് ഓഫ് നൗ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ ഒരു രീതിയിലുള്ള ആശങ്കയും നമുക്ക് വേണ്ട. തീർച്ചയായും ഈ പ്രതിസന്ധിയെ നേരിടാൻ സർക്കാർ വൃത്തങ്ങൾ മുൻകരുതൽ സ്വീകരിക്കേണ്ടതുണ്ട്. പ്രാരംഭ നടപടികൾ നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിൽ മൊത്തം മഴ മോശമായിരിക്കും എന്നുള്ളതും എല്ലാ മാസവും മഴ മോശമായുള്ള സാഹചര്യം ഉണ്ടെന്നുള്ളതും ഒക്കെ എൽ നിനോ വർഷമാണ്. അതിന് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ട്. എൽ നിനോ വെരി സ്ട്രോങ് കാറ്റഗറിയിലേക്ക് വരാനുള്ള സാഹചര്യമുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് ഏജൻസിയിൽ അപ്രൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ റീസെൻ്റായിട്ട് നടന്നൊരു ഡെവലപ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ആഴ്ച കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി എല്ലാ സംസ്ഥാനങ്ങളെയും കൃഷിമന്ത്രിമാരെയും അതുപോലെ കൃഷി വകുപ്പിൻ്റെ പ്രധാനപ്പെട്ട അധികാരികളെല്ലാം വിളിച്ച് ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു. കാരണം ഇത് അനിമൽ ഹസ്ബൻഡറി, അഗ്രികൾച്ചർ, ഇതെല്ലാം ഒന്നിനോടൊന്ന് ചേർന്ന് പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു കോർഡിനേറ്റർ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉള്ളൊരു ആക്ഷൻ നിലയ്ക്കാണ് അങ്ങനെ ആദ്യത്തെ ഒരു മീറ്റിംഗ് നടന്നിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കേരളത്തിലും പല വകുപ്പുകളും കുറച്ചുകൂടി നമ്മളൊരു 2 ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊന്നെങ്കിലും ഈ സിറ്റുവേഷൻ എങ്ങനെയാണ് അപ്രൈസ് ചെയ്ത് പോകേണ്ട രീതിയിലേക്ക്, കാരണം നമ്മൾ കൊടുക്കുന്ന ഒരു വാർണിംഗ് മെസ്സേജിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ബുള്ളറ്റിനപ്പുറത്തേക്ക് ഉള്ള കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ വേണം എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള ഇൻട്രാക്ഷൻസ് ഒക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതോടൊപ്പം സർക്കാർ അടിയന്തരമായി കൈക്കൊള്ളേണ്ട ചില നടപടികളുമുണ്ട്. എൽ നിനോ നേരിട്ട് ബാധിക്കുന്ന കർഷകരെയും മത്സ്യത്തൊഴിലാളികളെയും സർക്കാർ ചേർത്ത് നിർത്തേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനം ഈ ഒരു കാർഷിക മേഖലയിലെ പ്രശ്നം എൽ നിനോ മൂലം കുറവ് ഔട്ട്പുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മത്സ്യബന്ധന മേഖലയിലടക്കം അറ്റ്ലീസ്റ്റ് ഒരു ക്യാഷ് സപ്പോർട്ട് കർഷകർക്ക് വേണ്ടി മാത്രം
അതേപോലെ തീരദേശത്തെ മത്സ്യബന്ധനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. അവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു ക്യാഷ് സപ്പോർട്ടും മാർക്കറ്റ് ഇൻ്റർവെൻഷനും വില നിലവാരം പിടിച്ചു നിർത്താനുള്ള ഇൻ്റർവെൻഷനും ഒക്കെ സമഗ്രമായി ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ പണം നീക്കിയിരുപ്പ് നടത്തി ചെയ്യേണ്ട, തീർച്ചയായിട്ടും ചെയ്യേണ്ട ആവശ്യമുണ്ട്. സഹകരണ മേഖലയിൽ നമുക്കറിയാം, അവരൊക്കെയാണ് കാർഷിക മേഖലയ്ക്കുള്ള ആദ്യത്തെ ഒരു വായ്പാ ആശ്രയം എന്ന് പറയുന്നത് നമ്മുടെ സഹകരണ സംഘങ്ങൾ തന്നെയാണ് ഇന്നും. അവരുടെ സഹകരണ സംഘങ്ങളുടെ ഹെൽത്ത് അല്ലെങ്കിൽ ആരോഗ്യം നമുക്കറിയാം. പല സഹകരണ സംഘങ്ങളും നേരത്തെ മേടിച്ച നിക്ഷേപം തിരിച്ചു കൊടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നു. സമഗ്രമായ ഒരു പുതിയ നമ്മളിപ്പം പാക്കേജ് എന്ന് പറഞ്ഞ് പാക്കേജിൻ്റെ മൂല്യം തന്നെ ആ ഒരു ഓവർ യൂസ് കൊണ്ട് പാക്കേജ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിക്കേണ്ട ഒരു മേഖല, അതിന് സമയമില്ല, കാശ് സർക്കാർ ഇറക്കിക്കൊണ്ട് തന്നെ, ആദ്യത്തെ ആവശ്യം കാശ് തന്നെയാണ്. കാശ് ഇറക്കിക്കൊണ്ട് സപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എൽനിനോ അല്ലെങ്കിൽ സൂപ്പർ എൽനിനോ മൂലം കാലവർഷം ദുർബലമായാലും കടലിലുണ്ടാകുന്ന ന്യൂനമർദ്ദങ്ങൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ആശ്വാസമാകില്ലേ? നമുക്ക് മൺസൂൺ സമയത്ത് ന്യൂനമർദ്ദങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് പ്രത്യേകിച്ചും മഴ കൂടുതൽ കിട്ടാൻ അനുകൂലമായൊരു സാഹചര്യമാണ്. അങ്ങനെയല്ലാത്ത സമയത്തും മഴ പെയ്യും. നമുക്ക് പടിഞ്ഞാറൻ കാറ്റിൻ്റെ ശക്തിയും വേഗം അനുസരിച്ചിട്ട്, ഇപ്പോൾ വളരെ വേഗമുള്ള അല്ലെങ്കിൽ ശക്തിയുള്ള കാറ്റാണ് അടിക്കുന്നതെങ്കിൽ ഈ ന്യൂനമർദ്ദമൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് മഴ കിട്ടും. ഇപ്പം ഉദാഹരണമായിട്ട് ഈ ജൂണിൽ തന്നെ നമുക്ക് 2-3 എപ്പിസോഡ് മഴ കൂടുതലുണ്ടായിട്ടുള്ള സമയങ്ങളുണ്ട്. ആ സമയത്തൊന്നും ന്യൂനമർദ്ദം ഉണ്ടായിരുന്നില്ല. അത് മൺസൂൺ എന്ന് പറയുന്നത് തന്നെ നമുക്ക് മഴ തരുന്ന ഒരു കാലാവസ്ഥ പ്രതിഭാസം തന്നെയാണത്. അപ്പോൾ അതിനോടൊപ്പം ന്യൂനമർദ്ദങ്ങളൊക്കെ രൂപപ്പെടുമ്പോൾ അതിശക്തമായ മഴയുണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ന്യൂനമർദ്ദം ഉണ്ടാകണം നിർബന്ധമില്ല നമുക്ക് ശക്തമായ മഴ കിട്ടാൻ. പക്ഷേ ന്യൂനമർദ്ദം കൂടി ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന അതിശക്തമായ മഴയൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. ഇപ്പോൾ ന്യൂനമർദ്ദങ്ങളുടെ എണ്ണം എൽനിനോ വർഷങ്ങളിൽ പൊതുവെ കുറവായിട്ടാണ് വരുന്നത്. ഇപ്പം ഈ സീസണിൽ ഇപ്പം ജൂൺ മാസത്തിൽ ഒറ്റ ന്യൂനമർദ്ദം പോലും ഉണ്ടായിട്ടില്ല. ഈ സീസണിലെ ആദ്യത്തെ ന്യൂനമർദ്ദമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ജൂൺ മാസത്തിൽ നമുക്കൊരു ന്യൂനമർദ്ദം പോലും ഉണ്ടാവാതെ കടന്നുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ പല സംസ്ഥാനങ്ങളിലും, കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും മഴക്കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ ന്യൂനമർദ്ദങ്ങൾ ഉണ്ടാവുന്നത് എപ്പോഴും നമ്മൾ എന്താ പറയുക, ഒരു മീറ്റോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ ഈ വാട്ടർ റിസോഴ്സുമായിട്ട് ഡീൽ ചെയ്യുന്നവരെപ്പോഴും അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഫാക്ടറായിട്ടാണ് പറയുന്നത്. നമുക്ക് ദുരന്തങ്ങളൊക്കെ ഉണ്ടാവുന്നു എന്നുള്ളത് വേറൊരു വശം. പക്ഷേ ലോങ് ടേമിൽ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യോ ഇക്കണോമിക് ആസ്പെക്ട്സ് ഒക്കെ നോക്കുമ്പം ന്യൂനമർദ്ദവും മഴ കൂടുതലും പൊതുവെ അതിവൃഷ്ടിയുടെ കാര്യമില്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ന്യൂനമർദ്ദങ്ങളുണ്ടായി കൂടുതൽ മഴയുണ്ടാകുന്ന എപ്പോഴും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് പറയുക. അപ്പോൾ എൽനിനോ വർഷങ്ങളിൽ നേരെ തിരിച്ചാണ് സംഭവിക്കുക. ന്യൂനമർദ്ദങ്ങൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ മൺസൂൺ കാറ്റിൻ്റെ ശക്തിയൊക്കെ കുറയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന മഴയുടെ അളവിൽ പൊതുവെ കുറവ് വരും. എൽനിനോയെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായും നമുക്ക് മുന്നിലേക്ക് ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യമുണ്ട്. മനുഷ്യന്റെ ചെയ്തികൾക്കുള്ള പ്രകൃതിയുടെ തിരിച്ചടിയാണോ ഈ പ്രതിഭാസം? അതൊരു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സൂചനയല്ല. ഇതിനി വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി നടക്കുന്ന പ്രതിഭാസമാണ്. ഇനിയും നടന്നുകൊണ്ടേയിരിക്കുന്ന പ്രതിഭാസമാണ്. പക്ഷെ കാലാവസ്ഥാ വ്യതിയാനം ഓൾറെഡി ഉള്ള, അല്ലെങ്കിൽ ആഗോളതാപനം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ മനുഷ്യൻ്റെ പ്രകൃതിയുടെ മേലെയുള്ള ഇടപെടലുകളും കൂടുതൽ വരുന്ന സാഹചര്യത്തിൽ ഇതിന് ഉണ്ടാവുന്ന ഇഫക്റ്റ് ഇതെല്ലാം കൂടെ ചേർന്ന ഇഫക്റ്റ് ആയിരിക്കും നമ്മൾ അനുഭവിക്കുക എന്നുള്ളതാണ്. എൽനിനോ മനുഷ്യനുണ്ടാക്കുന്ന കാലാവസ്ഥ വ്യതിയാനത്തിന് നേരിട്ടുള്ള ഫലമല്ല. ഇതൊരു സ്വാഭാവിക പ്രതിഭാസമാണ്. എങ്കിലും ആഗോളതാപനം എൽനിനോയുടെ പ്രത്യാഘാതങ്ങളെ കൂടുതൽ തീവ്രമാക്കുന്നുണ്ട്. യുദ്ധങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും സൃഷ്ടിച്ച ആഘാതത്തിൽ നിന്ന് രാജ്യം മുന്നേറുന്നതിനിടെ എത്തുന്ന സൂപ്പർ എൽനിനോയെ നേരിടാൻ കൃത്യമായ ആസൂത്രണം അനിവാര്യമാണ്. സംഭരണശാലകളിൽ ആവശ്യത്തിന് ഭക്ഷ്യധാന്യങ്ങൾ ഉണ്ടെന്നത് രാജ്യത്തിന് ആശ്വാസമാണെങ്കിലും നമ്മുടെ കർഷകർക്ക് വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട്. പ്രതിരോധ സജ്ജീകരണങ്ങൾ കടലാസിൽ ഒതുങ്ങാതെ പാടത്തും തീരത്തും എത്തിയാൽ മാത്രമേ പ്രകൃതിയുടെ ഈ രൗദ്രഭാവത്തെ നമുക്ക് അതിജീവിക്കാൻ കഴിയൂ.